നൂലുകെട്ടിനെങ്കിലും ക്ഷണിക്കണം. എന്തിനാ സത്യാമ്മ നമ്മൾ വെറുതെ മാനക്കേട് വില കൊടുത്ത് വാങ്ങുന്നത്? അവിടെ ചെന്നാ മുഖത്താട്ടി വിടുകയുള്ളൂ അമ്മ. അവർക്കിപ്പോഴും തെക്കൻകൂർ കോവിലുമായുള്ള ബന്ധത്തോടാ കമ്പം. ആ ഗുണ്ടാ സ്ത്രീ ഹേമലതയെ ഭയവും. ഹേമലതയെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വസുമതി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഞാൻ നേരിട്ട് പോയി ക്ഷണിക്കാം. എനിക്കതിൽ നാണക്കേടൊന്നുമില്ല. സത്യമേ, അത് വേണ്ട. വസുമതി ആന്റി വിവരം അറിയാഞ്ഞിട്ടൊന്നുമല്ല. പ്രീതിക്ക് കുഞ്ഞു പറഞ്ഞ കാര്യം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ അമ്മ വസുമതി ആന്റിയോട് പറഞ്ഞിരുന്നു. പക്ഷെ മുഖത്തടിച്ച പോലുള്ള മറുപടിയായിരുന്നു വസുമതി ആന്റിയുടേത്. ഇനി സത്യാമ്മ കൂടി അങ്ങോട്ട് ചെന്ന് വെറുതെ നാണം കിടണ്ട. ഓ, അങ്ങനെയാണോ? ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ പ്രീതി? എടീ, ഞങ്ങള് നൂലേട്ടനെ അർജുന്റെ അമ്മയെ ക്ഷണിക്കുന്ന കാര്യം പറയായിരുന്നു. ആരും ക്ഷണിച്ചില്ലെങ്കിലും വസുമതി ആന്റി നൂലുകെട്ടിന് വരുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. മകനൊരു കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞിട്ട് അതിന്റെ മുഖം ഒന്ന് കാണാതെ ഒരമ്മയ്ക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? വെള്ളത്തെക്കാൾ കട്ടിയുണ്ടല്ലോ ചോരയ്ക്ക്. ആ ബന്ധം പിടിച്ചിങ്ങോട്ട് വലിക്കും. വസുമതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. നമ്മളായിട്ട് ആരെയും നിർബന്ധിക്കാനൊന്നും പോണ്ട. അല്ല, രോഹിത്തിനെയും പത്മാവതിയൊക്കെ അതിന് സുസ്മിത അങ്ങോട്ടാണല്ലോ പോണേ. അപ്പൊ അവള് ക്ഷണിച്ചോളും. ഓ, ക്ഷണിച്ചോളില്ലേ നീ? നിങ്ങളും ഈ വീടുമായുള്ള സമ്പർക്കം കൊണ്ടുണ്ടായ എല്ലാ അശുദ്ധിയും ഈ ഒരു കുളി കൊണ്ട് കഴുകി കളഞ്ഞ് പടിയിറങ്ങാൻ ഞാൻ. ആന്റി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊക്കെ ശാലിനി പറഞ്ഞു സുസ്മിത. എന്ത്? ഇതൊക്കെ എല്ലാ വീട്ടിലും പതിവുള്ളതാ, പ്രത്യേകിച്ച് പുതുമോടിക്ക്. നിനക്ക് അവിടുന്ന് പോരാൻ ഒട്ടും മനസ്സില്ലായിരുന്നല്ലേ? പ്രീതിക്ക് കുഞ്ഞു പിറന്നു പറഞ്ഞു ഓടിപ്പാഞ്ഞിങ്ങ് പോന്നു അല്ലേ? അല്ല, അതേമേ, രോഹിത്തിന് ഒരു രാത്രി പോലും പിരിഞ്ഞു നിൽക്കുന്നതിന്റെ വിഷമത്തിലായിരുന്നു സുസ്മിത ഇന്നലെ. അല്ല, രോഹിത്ത്. അതെ, പത്മാവതി എന്നെ വിളിച്ചിരുന്നു. മോളെ എപ്പോഴാ അങ്ങോട്ട് വിടുന്നതെന്ന് ചോദിച്ച്. ഒക്കെ പോട്ടെ, സുസ്മിത കുഞ്ഞ് ഇന്നലെ രാത്രി ദേ ഇവിടെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമായിരുന്നു. ശരിക്കും ഉറക്കം വരാത്ത പോലെ. എല്ലാരും കൂടെ ചേർന്നുള്ള പ്ലാനായിരുന്നല്ലേടി. നിന്നെ പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ? നിനക്കൊരു കാര്യഗൗരവം ഇല്ലെന്നും കുടുംബം നടത്താൻ പ്രാപ്തിയായോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇപ്പൊ നീ എല്ലാം പഠിച്ചെടുത്തു, ഈ ശാലിനിയെ പോലെ. ശരിയല്ലേ മോളെ? പക്ഷെ ആന്റി, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഒരു വശത്ത് പത്മാവതി, ഒരു വശത്ത് ഞാൻ. നോക്ക്, കല്യാണം കഴിഞ്ഞ ഭർത്താവിനും കുടുംബത്തിനും തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് ഒരു പ്രശ്നമുണ്ട് ആന്റി. അതെ, പ്രശ്നമുണ്ട്. അതമ്മ കുറച്ചു നേരത്തെ രോഹിത്ത് വിളിച്ചിരുന്നു. സമാധാനായി. വിഷ്ണുവേട്ടനെങ്കിലും എന്റെ മനസ്സ് മനസ്സിലാക്കാനായല്ലോ. ഇനി എനിക്ക് പറഞ്ഞു കയറാനൊരു പഴുതായി. എന്താ വിഷ്ണു? അതമ്മ അല്പം മുമ്പേ പത്മാവതി അമ്മയ്ക്ക് നെഞ്ചുവേദന. അയ്യോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. അമ്മ അറിയാലോ, അവർക്ക് വേറെ ആരും ഇല്ല കൂടെ നിർത്താൻ. സത്യമാണ് നീ പറഞ്ഞത്? അതെ. മോളെ സുസ്മിത, ഇനിയൊരു നിമിഷം നീ ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ ഇറങ്ങണം രോഹിത്തിന്റെ വീട്ടിലേക്ക്. അല്ല ആന്റി, ഒന്ന്. എടി മോളെ, നിന്നോടാ ഞാൻ പറഞ്ഞത്. പൊയ്ക്കോ പൊയ്ക്കോ, അവിടെ ആരും ഇല്ലല്ലോ, പൊക്കോ.
എന്റെ മോളെ നീ ഒന്ന് ചെല്ല് പെട്ടെന്ന്. പൊയ്ക്കോ സുസ്മിത, അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ചെല്ല്. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നപ്പോ? വിളിക്കട്ടോ അവിടെ എത്തിയിട്ട്. ആന്റി തിരിച്ചു വിളിക്കുമായിരിക്കും. വിളിക്കുന്നില്ലേ? സുസ്മിതേ, വിളിച്ചു. എന്താ ആന്റി? നിന്ന് താളം ചവിട്ടാതെ ഒന്ന് പെട്ടെന്ന് പോ. ചെല്ലാൻ. ശരി ആന്റി. സത്യമേ, ഞാൻ സുസ്മിത ഒന്ന് യാത്ര ആക്കിയിട്ട് വരാം. പോയിട്ട് വാ. അല്ലമ്മ, അപ്പൊ ക്ഷണപ്പോ നമ്മൾ എന്താ ചെയ്യാ? പരിചയമുള്ളവരൊക്കെ വിളിക്കണല്ലോ. സുസ്മിതേ, നിന്നെ എല്ലാവരും കൂടി ചക്രവ്യൂഹത്തിലാക്കിയെന്നൊരു തോന്നലുണ്ടാവും നിനക്ക്. അതേടി, കൂട്ടായി എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് പണി തന്നതാ നിനക്ക്. എന്ത് കഷ്ടപ്പെട്ടിട്ടാന്നറിയോ നിന്നെ ഈ വീട്ടിൽ നിന്ന് കെട്ടിച്ചൊഴിവാക്കിയത്. എന്നിട്ട് ഒരു രാത്രി മാത്രം അവിടെ നിന്നിട്ട് തലയിൽ ഒരു കൂടം വെള്ളവും അങ്ങ് കമഴ്ത്തിയിട്ട് ബാമാൻഡിയുടെ ചിറകിനടിയിലേക്ക് പറന്നു വരാനാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനടി ഇത്രയും നാള് വെള്ളം കോരിയത്? നീ എന്താ കരുതിയേ? നിന്നെപ്പറ്റി ഞങ്ങൾ ഒന്നും അന്വേഷിക്കുന്നില്ലെന്നോ? നീ അവിടെ ഓരോ മിനിറ്റിലും എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ട്ലൈൻ രോഹിത്തിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. ആ ടൈം ബോംബ് അവിടെ ഇരിക്കുമ്പോ അതിന്റെ സ്പന്ദനം ഞങ്ങളോട് അറിയണ്ടേ? തൽക്കാലം നീ രോഹിത്തിന്റെ വീട്ടിലേക്ക് തന്നെ ചെല്ലും. അവിടെ രോഹിത്തും പത്മാവതി അമ്മയൊക്കെ കാത്തിരിക്കാൻ നിന്നെ. ഇതുകൊണ്ടൊന്നും സുസ്മിത തീർന്നെന്ന് കരുതണ്ട നീ. അങ്ങനെ നീ പെട്ടെന്ന് തീരുന്നതിനോട് എനിക്ക് യോജിപ്പില്ലടി. നീ ഉമിത്തിയിൽ നീറുന്ന പോലെ പതിയെ പതിയെ എരിഞ്ഞടങ്ങണം. എന്റെ വിഷ്ണുവേട്ടന്റെ മേലും പ്രീതിയുടെ മേലും ഇനിയൊരു കരിനിഴലായി നീ വേണ്ട. ഒരു കുഞ്ഞിന്റെ ജീവൻ കൂടി കൊലയ്ക്ക് കൊടുക്കാൻ ഇല്ലവിടെ. നീ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. ശാലിനി, ഇവൾ ഇതുവരെ പോയില്ലേ? അത് നാളെ നൂലുകെട്ടിന് വരുന്ന കാര്യം സുസ്മിത ഒന്ന് ഓർമ്മിപ്പിക്കായിരുന്നു സത്യാമ്മ ഞാൻ. ഓ, അവളെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞയച്ചിട്ട് നീ ഇങ്ങ് വാ. നീ ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. വാ. ആ ശാലിനി, ആ ആഹാ, ഇത് നമ്മുടെ ആളാണല്ലോ.
ഇതാര്? എന്താടി ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാത്തത്? നിന്റെ കാര്യത്തിൽ താലി കെട്ടുവനാ ഈ മുമ്പിൽ നിൽക്കുന്നത്. ഭാര്യയാണെന്നുള്ള മര്യാദ തിരിച്ച് രോഹിത്തും എന്നോട് കാണിക്കണം. ഉം. ആവശ്യത്തിലേറെ പരിഹാസവും അപമാനവും ഒക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് പൊതുസ്ഥലത്ത് വെച്ചുകൂടി വേണ്ട. വീടോ? ഞാനും എന്റെ അമ്മയും താമസിക്കുന്നത് വീട്ടിലല്ലെന്നല്ലേ നീ പറഞ്ഞത്? നിനക്കത് വെറും ചാണകക്കുഴി. അല്ല, അവിടെ നിന്നുള്ള അഴുക്കും അശുദ്ധിയൊക്കെ കഴുകി കളഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ എന്റെ പൊന്നു മോള്. പിന്നെന്താണാവോ ഇതുവഴി? നിന്റെ കുഞ്ഞമ്മയുടെ മോള് താമസിക്കുന്നുണ്ടോ ആ ചൈന കോളനിയിൽ? രോഹിത്, ഒരാൾ വീഴുന്നത് വരെ ചവിട്ടാം, വീണ് കിടക്കുമ്പോ വീണ്ടും വീണ്ടും ചവിട്ടരുത്. രോഹിത്തിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോ വിഷ്ണുവേട്ടനെ ശാലിനി അറിയുന്നുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിലും അറിയുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. വിഷ്ണുവേട്ടന് ശാലിനി മാത്രമല്ല, അവിടുത്തെ കാര്യസ്ഥനും വേലക്കാരിയും ഒക്കെ എനിക്കെതിരെ പടനീക്കം നടത്തുക. നല്ല കാര്യം, എനിക്കെതിരെയുള്ള നീക്കത്തിനായിട്ടാണെങ്കിലും ഭാമാന്റെയും മക്കൾ ഒന്നിച്ചല്ലോ. എനിക്കത് മതി. എനിക്കെതിരെ ഹോട്ട്ലൈനും പെന്റഗണും ഒന്നും വേണ്ട രോഹിത്. ഞാൻ വീണു, തറ പറ്റി. എനിക്കിപ്പോ ആരുമില്ല, ഭാമാന്റെയും അച്ഛനും അമ്മയും ആരും. ചെന്ന് കയറാൻ ഒരു വീട് പോലും ഇല്ല. പരാജയപ്പെട്ട് തിരിച്ചു വരുമ്പോ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് കൂടി ഇങ്ങനെ പരിഹസിക്കരുത്. അമ്മയ്ക്ക് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞതൊക്കെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമായിരുന്നു രോഹിത്. അത്രയ്ക്ക് അവഗണനയാ ഞാൻ ആ വീട്ടിൽ നേരിട്ടത്. ഒരു ഡ്രൈവറുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന പരിഗണന മാത്രമേ എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളൂ. രോഹിത്തിനും ആ പരിഗണനയെ കിട്ടുമെന്ന് ഓർമ്മിച്ചോണം. എനിക്കെതിരെ നിങ്ങൾ എല്ലാവരും ഒരുമിക്കുമ്പോ ഒരു വിജയലഹരി കിട്ടുന്നുണ്ടാവും. പക്ഷേ ജീവിതം ഇല്ലാതാവുന്നത് നമുക്ക് മാത്രമാണ്. പൊരുതി തോൽപ്പിക്കാനും ചവിട്ടി വീഴ്ത്താനും അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ ഇനിയും ജീവിതം ബാക്കിയുണ്ട് രോഹിത്. വെറും ഒരു ജയത്തിന് വേണ്ടി നമ്മുടെ ബെഡ്റൂമിലെ കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് പറയുന്നത് അത്ര നല്ല സ്വഭാവം അല്ല രോഹിത്. നിർത്തടി. പറഞ്ഞു പറഞ്ഞു നിന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. നീ എവിടെ വരെ പോവാന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കാറുണ്ട് ഞാൻ. ബെഡ്റൂമിലെ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കേണ്ട ബാധ്യതയുണ്ട്. അത് പരസ്പരം ശരീരവും മനസ്സും പങ്കുവെച്ച് സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക്. മനസ്സിലുള്ളത് അപ്പൊ തന്നെ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുന്ന പച്ച മനുഷ്യരാ ഇവിടെ ഈ ചൈന കോളനിയിലുള്ളവരൊക്കെ. നമ്മുടെ ബെഡ്റൂമിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് മുന്നിൽ വിസ്തരിച്ചാലേ അവരാദ്യം അടിക്കുന്നത് നിന്നെ ആയിരിക്കില്ല, എന്നെ ആയിരിക്കും. എന്തിനെന്നറിയൂടി? ഭാര്യയെ നിലയ്ക്ക് നിർത്താത്തതിന്. പിന്നെ നീ പറഞ്ഞല്ലോ സത്യമ്മയുടെ വീട്ടിൽ എനിക്ക് ഡ്രൈവറുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. അതുപോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലടി. വിഷ്ണുവോ ശാലിനിയോ സത്യമയോ ഇവരാരുമായും ഒരു സുഹൃത്ത് ബന്ധം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്റെ അച്ഛന്റെ ജീവനെടുത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മനുഷ്യ സ്ത്രീയായി ജീവിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ച് അവരൊക്കെ. അല്ലാതെ പഴുത് കിട്ടിയ സത്യാമ്മയുടെ കൊട്ടാരത്തിൽ നുഴഞ്ഞു കയറാൻ പതുങ്ങി നടക്കുകയല്ല നിന്നെ പോലെ. ഇപ്പോഴും നിന്റെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത് മാനമര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള ആഗ്രഹമല്ല. സത്യാമ്മയുടെ വീട്ടിൽ നിന്നുള്ള അവഗണനകളിൽ നിന്നുള്ള പരിഭവം മാത്രമാണ്. അട്ടയെപ്പോലെ തോണ്ടി എറിഞ്ഞാലും വീണ്ടും അവിടെ പറ്റിക്കൂടാനുള്ള മോഹം മാത്രം. അത് മനസ്സിൽ നിന്ന് കളയാത്തിടത്തോളം നീ ഒരിക്കലും നന്നാവില്ല സുസ്മിത. നീ ഏതെങ്കിലും ഒരു കാലത്ത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജീവിക്കുകയാണെങ്കിൽ നീ ഇവിടെ തന്നെ ജീവിക്കണം. ജീവിതം എന്താണെന്ന് പഠിക്കണം. അതിനുവേണ്ടിയാ നിന്നെ ഞാനിവിടെ തിരിച്ചെത്തിച്ചത്. ഹോട്ട് ലൈനെന്നോ പെൻഡെന്നോ എന്ത് വ്യാഖ്യാനം വേണമെങ്കിലും നിനക്ക് പറയാം. ശരി, രോഹിത്തിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ അങ്ങനെ. ഞാൻ ഇനി എന്ത് വേണമെന്നാ രോഹിത് പറയുന്നത്? സത്യാമ്മയുടെ വീട്ടിൽ കയറാൻ തക്കം പാർത്ത് നടക്കുക എന്നുള്ള രോഹിത്തിന്റെ വ്യാഖ്യാനത്തിന് തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല. എന്തായാലും ചെന്ന് കയറാൻ എനിക്കിപ്പോ ഒരു ഇടയില്ല എന്നുള്ളത് സത്യം തന്നെയാ. രോഹിത് എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയോണ്ടാ അങ്ങനെ സംഭവിച്ചത്. ഭർത്താവിന്റെ വീടാവണമല്ലോ സ്വന്തം വീട്. ആ കയ്യിലുള്ളത് ഉപേക്ഷിച്ച് കഴിയുമ്പോഴേ നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള യഥാർത്ഥ തിരിച്ചറിവുണ്ടാവും. വലിയൊരു പാഠം ഇത്, ഓർമ്മിച്ചു വെച്ചോണം. വീടിന്റെ താക്കോല് അമ്മ ഒരു ബന്ധുവീട്ടിൽ പോയേക്കോ.
ദാ ഇത് കൊണ്ടുപോയി കറി വെക്ക്. എന്താ ഇത്? മീൻ കണ്ടിട്ടില്ലേ? രോഹിത്, എനിക്കിത് കറി വെച്ചൊന്നും പരിചയമില്ല. കഴിച്ച് പരിചയമുണ്ടല്ലോ, പിടിക്കണേ ഇത്. രോഹിത്, ഞാനിതൊരു കവർ പോലും ഇല്ലാതെ. നിന്നോടാ പറഞ്ഞത് പിടിക്കാൻ. ഒരു കവർ പോലും ഇല്ലാതെ ഈ മീൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നീ ഈ ചൈന കോളനിയിലൂടെ നടക്കണം. അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും സത്യാമ്മയുടെ കൊട്ടാരം കണ്ണെത്താത്തത്ര ഉയരത്തിലാണെന്ന്. വേണമെങ്കിൽ എനിക്ക് നിന്നെ ഈ ബൈക്കിന് പിന്നിലിരുത്തി വീട്ടിൽ കൊണ്ടുവന്നാക്കാം. പക്ഷേ നിനക്കതിനുള്ള യോഗ്യതയില്ല. മാറി കഴിയുകൊണ്ട് ഏയ് മീൻകറി. മീനെന്താ വില? ഞങ്ങൾ നിന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി വിളിച്ചതല്ലേ? എന്താടി പ്രശ്നം? അവളെ പിടിച്ച് കാറി കേട്ടടി. വേണ്ട, ഞാൻ വരുന്നില്ല. സുസ്മിത ഒന്ന് നിന്നോടല്ലേ വരാൻ പറഞ്ഞത്? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ആ മീൻ വാങ്ങിച്ച് കളയടി. വിട്, ഇങ്ങോട്ട് താടി, അവളുടെ ഒരു മീന്. വിട്. കേറ്. ഞാൻ വരുന്നില്ല. കേറങ്ങോട്ട്. അങ്ങോട്ട് നീങ്ങിര്. സുസ്മിത ഒഴിഞ്ഞു പോയെങ്കിലും വസുമതി ആന്റി കുഞ്ഞിന്റെ നൂലുകെട്ടിനെത്താതിരുന്ന പ്രീതിയുടെ മനസ്സിൽ അതൊരു സങ്കടമായിട്ട് കിടക്കും അമ്മേ. ആ, ശാലിനി വിളിച്ചപ്പോ അക്കാര്യം ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞ പ്രീതിക്ക് സങ്കടമായെന്നാ പറഞ്ഞത്. അമ്മേ. ആ അമ്മേ, നമ്മുടെ നൂലുകെട്ടിന് പോകുമ്പോ പുതിയ ഡ്രസ് എടുക്കുന്നുണ്ടോ? ഹാ, തിരൂരിന്ന് ഒരു ലോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വഴിയിലെന്തോ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. മിക്കവാറും ഇന്ന് വൈകിട്ടെത്തും. കളിയാക്കല്ലേ വല്യേച്ചി, പുറത്തിട്ടോണ്ട് പോകാൻ കൊള്ളാവുന്ന 3-4 ഡ്രസ്സാണ് ആകെ ഉള്ളത്. അത് തന്നെ ആണെങ്കിൽ അലക്കി അലക്കി അതിന്റെ നിറവും മങ്ങി. ഈ വീട്ടിലെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണോ ഷമിനി സംസാരിക്കുന്നത്? പെട്ടിയിൽ പണം പൂട്ടി വെച്ചിട്ട് ഡ്രസ്സ് വാങ്ങി തരാതിരിക്കുന്നതാണോ? നമുക്ക് കൂട്ടിയാ കൂടുന്നതിനനുസരിച്ചുള്ള പത്രാസൊക്കെ മതി. നീ അവളെ അങ്ങനെ അങ്ങ് വിഷമിപ്പിക്കാതെ ശാരി. നമ്മള് കൂട്ടിയാലും ചിലതൊക്കെ കൂടില്ലേ? അമ്മ എന്താ അവക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ പോവാ? ഇവക്ക് മാത്രമല്ലടി, നിനക്കും ഉണ്ട്. ആ, നിങ്ങൾ രണ്ടാൾക്കും എടുത്തിട്ട് കാശ് തികഞ്ഞ ഞാനും എടുക്കും ഒരെണ്ണം. സത്യം? എടി, പ്രീതിക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മുതല് ഈ ചടങ്ങ് മുന്നിൽ കണ്ട് ഞാൻ കുറച്ച് കാശ് മിച്ചം പിടിച്ചിട്ടുണ്ട്. ആ, സത്യാമ്മയുടെ മൂത്ത മകന്റെ ഭാര്യയുടെ കുടുംബക്കാരല്ലേ മക്കളെ നമ്മള്. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? അല്ലമ്മേ, എപ്പോഴാ നമ്മൾ പോവാ? ആ, രാജീവ് ശാന്തയും വന്നാൽ ഉടനെ അവരെ ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ട് നമുക്കിറങ്ങാം. ആ, പെട്ടെന്നെങ്കിൽ മടങ്ങി വരണം. രാത്രി നിങ്ങളെ കൊണ്ട് ഊരു ചുറ്റ എന്നെ കൊണ്ട് വയ്യ. ആ, ദേ വന്നല്ലോ. ആ,
നിങ്ങൾ പോയി പെട്ടെന്ന് റെഡിയാവ്. വാ വല്യേച്ചി. ആ വാ. നിങ്ങളെന്താ വൈകിയെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. തുണിയെടുക്കാൻ തിടുക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇവിടെ രണ്ടാളും. എന്താടി? ശാരദാമ്മേ, ഒരു വാർത്തയുണ്ട്. അത് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്താ? രാമായണ പാരായണം നടത്തിക്കൊണ്ടിരുന്ന അമ്പലത്തിൽ നിന്ന് ഗോപാലേട്ടൻ പുറപ്പെട്ടു പോയെന്നാണല്ലോ ശാരദാമ്മ പറഞ്ഞത്. ആ, ആളെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? ആള് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാ.